എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തണ്ണിമത്തൻ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 3 ഐറ്റം ജ്യൂസുകളാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസുകളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് തണ്ണിമത്തൻ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തൻ ഇട്ടുകൊടുക്കാം. ശേഷം ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി ഞാൻ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇഞ്ചി കൂടുതലാവരുത്, കൂടുതലായാൽ ഒരു എരിവിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ ചെറിയൊരു അളവിൽ മാത്രം എടുത്താൽ മതി. അതിന് ശേഷം കുറച്ച് പുതിനയിലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. അപ്പം മീഡിയം സൈസിലുള്ള ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തതാണ്. ഒരു 2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തണ്ണിമത്തൻ ഇവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിത് നല്ലൊരു കളറിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു ജ്യൂസ് കൊണ്ട് തന്നെ നമുക്ക് 2 വെറൈറ്റി ജ്യൂസുകളാക്കി മാറ്റാം. ഇനി ബാക്കിയുള്ള മറ്റേ ജ്യൂസും കൂടി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇത് 2 ജ്യൂസാക്കിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ മറ്റേ ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി തണ്ണിമത്തൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ അളവ് തന്നെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്കസാണ്. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതായിരുന്നു. ഈ കസ്കസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് പാലാണ്. അപ്പോൾ പാൽ കൂടുതലായിട്ട് ഒഴിച്ചെടുക്കേണ്ട, നമുക്കൊരു തിക്നെസ്സിലാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഒരു തിക്കായ രീതിയിൽ തന്നെ കിട്ടാൻ ആവശ്യമായിട്ടുള്ള പാൽ മാത്രം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തതാണ്, അതൊന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ ഒന്ന് ഇളകി വരുവോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ജ്യൂസും ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ആദ്യം ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് ഇട്ട് വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ഒരു ചെറിയ കഷ്ണം പുതിനയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ജ്യൂസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഇതിൽ പകുതി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകിൻ്റെ കഷ്ണം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ എരിവും ഉപ്പും കൂടി ഒക്കെ ആകുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 7 Up ആണ്. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം 7 Up കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ജ്യൂസ് മറ്റേ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 3 ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് കസ്കസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ജ്യൂസും 3 ടേസ്റ്റിലാണുള്ളത്. വളരെ ടേസ്റ്റിയാണ് കുടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്